തിരുവനന്തപുരം വർക്കലയിൽ വീട്ടുകാരെ മയക്കിക്കിടത്തി മോഷണം. വീട്ടുടമ ശ്രീദേവിയമ്മ, മരുമകൾ ദീപ, ഹോം നഴ്സായ സിന്ധു എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടുജോലിക്കാരിയായ നേപ്പാൾ സ്വദേശിനി ഭക്ഷണത്തിൽ ലഹരി കലർത്തി നൽകുകയായിരുന്നു. പിന്നിൽ 5 അംഗ സംഘമെന്നും 2 പേർ കസ്റ്റഡിയിലായെന്നും പോലീസ് അറിയിച്ചു. വീട്ടുജോലിക്കാരി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ അൻസാർ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. അഖിൽ ഷാ, എന്താണ് ഈ മോഷണത്തെപ്പറ്റി പോലീസ് പറയുന്നത്? വേണു, ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം വർക്കലയിൽ ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത്. വളരെ ആസൂത്രിതമായ ഒരു മോഷണമായിരുന്നു എന്നുള്ളതാണ് അയ്യൂർ പോലീസും വ്യക്തമാക്കുന്നത്. അതായത് ഈ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു നേപ്പാളി സ്വദേശിനിയുണ്ട്. ഇവരുടെ പേര് വിവരങ്ങൾ അല്പസമയം കഴിഞ്ഞ് വ്യക്തമാക്കുമെന്നുള്ളതാണ് പോലീസും ഈ ഘട്ടത്തിൽ പറയുന്നത്. ഈ 5 അംഗ സംഘം ഈ സംഘത്തിൽ ഉണ്ടായിരുന്നെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ ഈ വീട്ടുകാരായ ശ്രീദേവി അമ്മ, അതുപോലെ തന്നെ മരുമകൾ ദീപ, ഹോം നഴ്സായ സിന്ധു, ഇവർക്ക് 3 പേർക്ക് നൽകിയ ഭക്ഷണത്തിൽ ലഹരി പദാർത്ഥം നൽകിയതിനു ശേഷം അവരെ മയക്കിക്കിടത്തുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സംഘം ഇവിടെ എത്തുകയും ഈ മോഷണം നടത്തുകയും ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ബന്ധു വൈകിട്ട് ഇവരെ വിളിച്ചപ്പോൾ ഫോണിൽ കിട്ടാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ വീട്ടിലെത്തി നോക്കുമ്പോൾ 3 പേരും ബോധരഹിതരായി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ കണ്ടെത്തിയത്. അതിന് പിന്നാലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 2-3 പേർ ഇത്തരത്തിൽ ഓടി രക്ഷപ്പെടുന്നതായും കണ്ടു. പിന്നാലെ നാട്ടുകാർ നടത്തിയ ഒരു അന്വേഷണത്തിലാണ്, ഒരു തെരച്ചിലാണ് ഒരാളെ ഇന്നലെ രാത്രി തന്നെ പിടികൂടിയത്. അതും നേപ്പാൾ സ്വദേശി തന്നെയാണ്. ഇന്നലെ രാത്രി തന്നെയാണ് പിടികൂടി. ഇയാളുടെ കയ്യിൽ നിന്ന് സ്വർണവും പണവും ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഇന്ന് രാവിലെ നാട്ടുകാരുടെ അന്വേഷണത്തിൽ സമീപത്ത് ഒളിച്ചിരുന്ന മറ്റൊരു നേപ്പാൾ സ്വദേശിയെ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. മറ്റു 3 പേർക്കായുള്ള അന്വേഷണം അയ്യൂർ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.